വാറിന് മുമ്പേ ഞാൻ ഇറങ്ങാം. ഞാൻ വാറിന് മുമ്പേ സെർവർ ഡിഗ്രേഡ് ചെയ്ത് ഇറങ്ങാം. ഞാൻ പ്രൊഫസർ ആയിട്ടോ ഞാന്. അപ്പൊ ഞാൻ കുരങ്ങനോ മനുഷ്യരൂപ മാസ്കാണ് ഇട്ട് ഇറങ്ങിയത്. എന്തിനാവും ഞാൻ പ്രൊഫസറായി. പ്രൊഫസർ പേടിക്കട്ടെ ഞാൻ ഇവിടെ ഫ്രണ്ടിലുണ്ട്. ഡ്രസ് മാറിട്ട് വരാം. ഇത് കഷ്ടം പറഞ്ഞ റീസ്റ്റാർട്ട് ആയ ഞാൻ നമ്പർ 3 ID. എടാ ഞാൻ 1590 പറഞ്ഞു 2 സെക്കൻഡ് സ്റ്റക്ക് ആയി. പോയി ഡിസ്കൗണ്ട് അടിച്ചാ അപ്പൊ പയ്യേ നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് അടിപൊളിയല്ലേ? നിങ്ങൾക്ക് കണ്ണൊന്നും കാണുന്നില്ലേ? ജോക്കി ഇത് എന്റെ കുഴപ്പമല്ല. ഇതെന്താ മഴ ഇടിയൊക്കെ പെട്ടെന്ന് മഴയാകുമ്പോ ജോക്കി ഇവന്മാർക്കൊക്കെ വികാരങ്ങൾ കൂടും. അപ്പൊ രാത്രി വീണ്ടും മല കയറും ജോക്കി. അല്ല ഞാൻ ഇതിനകത്ത് കയറി. എടാ നിങ്ങളുടെ ഇത് ഏത് ഗാങ് ഡ്രസ് ഇത്? പ്രൊഫഷണൽ ഡ്രസ്സൊക്കെ പോയല്ലോ അണ്ണാ. അയ്യോ ജോക്കി ഹെൽമെറ്റ് എത്രയായിരുന്നു ജോക്കി? 100 എന്റെ അടുത്ത് 190 ജോക്കി. ഞാൻ സേവ് ചെയ്യട്ടെ. സേവ് ഔട്ട്ഫിറ്റ് അയ്യോ ടീഷർട്ട് ഇല്ല. ബാഗി പാന്റ് ഒക്കെ ഇട്ട് ജോക്കി ജെൻസി പിള്ളേരുടെ. ഞാൻ ഒരു ജെൻസി കിട്ടാണല്ലോ. 1997 ആണേ. ജസ്റ്റ് ജെൻസിയുടെ കൂടെ ജനിച്ചത്. അപ്പൊ പിടിച്ചിരിക്കട്ടെ. ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. ഇന്നല്ലെങ്കിൽ നാളെ ഒരു മീറ്റിംഗ് വെക്കാവേ. ഇന്നിപ്പോ എല്ലാരും കാണുമോ? പിന്നെ എല്ലാരും കാണുമോ? ഹലോ നമ്മുടെ പ്രീവാർ. പിന്നെ ഡ്രസ് മാറിയായിരുന്നു. ഇവിടെ ജഡ്ജിയുടെ അണ്ടർവെയറിന്റെ ബ്രാൻഡ് മാറിപ്പോയി. സെർവറിന്റെ കുഴപ്പമാണ് ബ്രോ. സെർവറിന്റെ കുഴപ്പമാണ് ബ്രോ. ഡിഗ്രേഡ് ചെയ്തിട്ട് ഇറങ്ങാം നമുക്ക്. ഇതുപോലൊരു സെർവർ ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ കോള് നമ്മളെക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോളൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ പി സി ഒക്കെ കിട്ടി പെണ്ണൊക്കെ സെറ്റായി. നമ്മളിനി എന്തിനാ നോക്കി ബാക്കിലോട്ടല്ല വേണ്ട ഫ്രണ്ടിലോട്ട് വേണം. വാങ്ങിച്ചിട്ട് പറഞ്ഞ ഞാനേ നേരത്തെ വരുന്ന സമയങ്ങളില് എന്നെക്കാളും മുമ്പേ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു LX ഉണ്ടായിരുന്നു. വിഷമം കൊണ്ടിട്ടോ ജോക്കി. ഞാൻ നിങ്ങക്ക് കാണുന്നുണ്ടോ? എടാ ഇനി വെച്ച് എങ്ങനെ വാറ് കളിക്കൂടാ? മറ്റേ ട്രാഫിക് ലൈറ്റ് എടുത്ത് കാലിട്ട് വെക്കുന്നേ. അത് മെസ് ബോയ് ആണെന്ന് തോന്നുന്നു. എടാ എല്ലാം അവിടെ ഒന്ന് കേറാൻ പറഞ്ഞടാ. ഞാനിപ്പോ വെയിറ്റ് ചെയ്യണോ ഇത് മീറ്റിംഗ്? ചെക്ക് FPS പെട്ടെന്ന് ഡൗൺ ആവുന്നടാ. അതാണ് പ്രശ്നം. 146 69 പെട്ടെന്ന്. ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയണം. ഞാൻ ബയോസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇതാണ് ഇപ്പൊ പുതിയ പ്രശ്നം. ഗൈസ് ഈ 50 സീരീസ് കാർഡ് എടുക്കുന്ന എല്ലായിടത്തും ഞാൻ പറയുകയാണെ 50 പ്രത്യേകിച്ച് ഈ 5090 ഒക്കെ എടുക്കുന്നവരുടെ
ഇതുവരെ പ്രോപ്പർ ആയിട്ട് ഒരു ഡ്രൈവേഴ്സ് ഇവന്മാർ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. കാർഡ് 4 ലക്ഷം രൂപയ്ക്ക് ഇറക്കി വിട്ടിട്ടുണ്ട്. ഡ്രൈവർ ഇല്ല ഇതിന്, മനസ്സിലായ? അതാണ് പ്രശ്നം. പ്രോപ്പർ ഡ്രൈവേഴ്സ് ഒന്നും ഇല്ല. ഗ്രാഫിക്സ് 2 ഹൈ ആണോ ബ്രോ? 5090 3-1 പകുതി യൂസേജ് എന്തോ, പകുതി യൂസേജ് പോലും ഇല്ല ഈ ഗെയിം ഒന്നും. ടിവിനൊക്കെ 400 FPS കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു PC മൊത്തത്തിൽ ഇത് അണ്ണാ ഡ്രൈവറായിട്ട് ഞാൻ വരാമെന്ന്. ഹലോ അല്ല ചെയ്യാ സെറ്റാക്കാം. എപ്പോ കിട്ടും? നാളെ പോരെ? നാളെ നോക്കണം. നാളെ നോക്കാം. ഓക്കെ. അതെ. എനിക്കിത് വാറ് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏത് വീഡിയോ? അത് മറ്റേ തെക്കൈലൻഡിന്റെ ഒരു വീഡിയോ ഇടാൻ വേണ്ടിട്ട്. ജസ്റ്റ് കൊള്ളാലോ അണ്ണാ. നീയൊക്കെ എന്തൊക്കെയാടാ എന്റെ നോക്കുന്നേ? തിരിഞ്ഞു നിന്നാ ചന്തി നോക്കും, നേരെ നിന്നാ നെഞ്ച് നോക്കും. എന്തിനും പിള്ളേർ. എത്ര 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159 160 161
പേരുടെ കേറാൻ പറഞ്ഞ 8 പേരുടെ. പിന്നെ ഇനി കണക്ട് റേഡിയോ ഇടാതെ ഞാൻ അതിൽ കൂടുതൽ എന്താണ് ഇടേണ്ടത് വില്ലുമോനെ? ഞാൻ ഇനി ഓരോരുത്തരെ സിറ്റി കണ്ടുപിടിച്ചിട്ട് ഞാൻ അവരുടെ അടുത്ത് പോയി കണക്ട് ചെയ്യാൻ പറയാൻ പറ്റുമോ? സെർച്ച് ചെയ്ത് നോക്കുമ്പോ എല്ലാരും ഉണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മുടെ ഗ്യാങ്ങിന്റെ കട. ജോക്കി ഒന്ന് റേഡിയോക്കകത്ത് കയറിയിട്ട് പറഞ്ഞു ഒന്ന്. റേഡിയോക്കകത്ത് വേറെ റോള് വേണ്ടി. റോള് വേണ്ട. നമ്മുടെ സസ്പെൻഡഡ് കോഹ്ലിയുടെ എന്ത് അവൻ? അവനെ ഒന്ന് വിളിക്കട്ടെ. അവന്റെ ഇതാണ് അവന്റെ ഉത്തരവാദിത്വം. ഞാൻ നോക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. നേരത്തെ ഉണ്ടായിരുന്നു. ബോസണ്ണ ഇപ്പൊ സിറ്റി വരുത്താം. ഹലോ ബ്രോ, ടിവിയുടെ ലീഡർ ആയിരുന്നേ. എന്താ സിറ്റിയില് വരുന്നില്ല, സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഗോലിയുടെ സ്ഥാനത്തൊന്നല്ലേ സസ്പെൻഷൻ? വാറൊക്കെ അടിക്കാൻ വരാലോ. ഓ എത്തിയേക്കാന്ന് പറഞ്ഞാൽ നിന്റെ സൗകര്യത്തിലല്ല വാർ. ഇവിടെ വാർ നടക്കാൻ പോകും. 2 മിനിറ്റ് കൂടെ ഉള്ളു തുടങ്ങാൻ. എന്നാ പെട്ടെന്ന് വാ. ബോസണ്ണനൊക്കെ നിനക്ക് കന്നിമാസമായ പട്ടി പറ്റ ഇവിടെ. എന്നെ കയ്യിൽ കയറ്റി വെച്ചാൽ ഞാൻ അങ്ങനെ ഡ്രസ് മാറാൻ പോണേ. മുച്ചിരി ഡ്രസ് മാറിട്ട് എനിക്ക് സീരിയസ്ലി വാസു, സീരിയസ്ലി നീട്ടാണോ അതോ? എനിക്ക് സീരിയസ്ലി ഇവനെ ഗ്യാങ് വെച്ചോണ്ടിരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഒട്ടുമില്ല, എനിക്ക് വണ്ടേ ഇല്ലത്. ഒരു തവണയും കൂടെ എനിക്ക് ട്രിഗറിങ് ആവുന്ന എന്തെങ്കിലും സാധനം വന്നാൽ ഞാനൊരു സാധനം എടുത്ത് പറയും. ഓ ചോക്കി അതൊക്കെ അത്ര ഉള്ളു. അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്താൽ മതി. നിന്നെ പറ്റി കണ്ണാപ്പി, നിന്നെ പറ്റി ഒരു പ്രശ്നമില്ല, നന്നായിട്ട് പുറത്താക്കി. കണ്ണാപ്പി നീ ഡ്രസ് മാറണ്ട. നീ മാമനോട് കാര്യം പറയാം. നീയാണോ ലിസ്റ്റ് ഇടുന്നേ? അല്ലല്ല വാസു ലിസ്റ്റ് ഇടുന്നേ? അല്ലല്ല എടാ പറയുന്നേക്ക്. പ്രീവാറും വാറും കഴിഞ്ഞിട്ട് എല്ലാരും ഇവിടെ കാണണേ. മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് ഉണ്ട്. ഇല്ലെങ്കിൽ വാറിനെടുത്തില്ലേ ഇറങ്ങും. ഇറങ്ങിയോ ജോക്കി അവിടെ നിൽക്കാൻ നീ ഇവിടെ ഞാനിവിടെ നിൽക്കുന്നില്ലേ? എന്താടാ കേട്ടില്ല? ബ്ലാക്ക് മണി
എനിക്ക് Black money എന്തിനാടാ? വിഷമം പ്രീവാറിലും കളിപ്പിച്ചു ബുള്ളറ്റ് ഓടിക്കാണോ ബുള്ളറ്റ് ഓടിക്കാം വാ എത്ര വേണം? നിനക്ക് കഴിവില്ലാത്തോണ്ടല്ലേ കുഴപ്പമില്ല. എനിക്ക് ബാങ്കിൽ പോണം എന്തോടാ പ്രീവാർ കയറി വിഷമമെങ്കിൽ വിഷമമായിക്കോളാം. ഞാൻ ഇനി പറയാതെ നിന്നെ ഞാൻ ലൈനപ്പിൽ ഇടത്തില്ല തന്നെ. ഇനിയിപ്പോ ഗ്യാഗോസി പെൺപിള്ളേരെ കയറ്റിയത് ഇപ്പൊ അണ്ണനും ആയല്ലോ. ഞാൻ ഇവിടെ പെണ്ണിനെ കയറ്റിയായിരുന്നോ? നീ കണ്ടാ അത് കയറ്റുന്നേ? ഞാനല്ലേ ബോബേട്ടാ പറഞ്ഞത്. അല്ലടാ നമ്മളിങ്ങനെ പറഞ്ഞ അണ്ണന് പെണ്ണൊക്കെ ആയി. എനിക്ക് പെണ്ണൊന്നും ആയില്ല. എന്താ പെണ്ണ? ഒരു പെങ്കൊച്ചിനെ വിളിച്ച് സംസാരിച്ച എനിക്ക് പെണ്ണായെന്നാണ് അർത്ഥം. അതായിരുന്നു അണ്ണാ സോറി. ഓരോ സദാചാര തണ്ടികള്. ഇവനെന്താ ഈ കയ്യില് മൊറൊക്കെ ആയിട്ട് മണി എടുത്തരാ. വാ അണ്ണന്റെ പണിയാ വാ എടുത്തിട്ട്. പഴയ വെടിയൊന്നുമല്ലേ എന്നോട് ആലോചിക്കാം. താല്പര്യമില്ല. പിന്നെ ഞാൻ കണ്ണാപ്പി നിന്റെ പി ആർ അച്ചുകൾ ഇവിടെ വന്ന് സ്പാം ചെയ്താൽ ഞാൻ കൂറിക്കെട്ടി എറിയത്തേ ഉള്ളൂ. നിന്നെ ലൈനപ്പിൽ ഇടത്തില്ല. എത്ര പേര് പറയുന്നു നിന്നെ എത്ര പേര് കേട്ടാൻ പറയുന്നു അതിനനുസരിച്ച് ഞാൻ ഇടാതിരിക്കും. ജോക്കി ഇപ്പൊ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അമ്മാരോട് പറ റെഡിയാണ്. ഇപ്പൊ ആറ് വിളിച്ചാൽ കളിക്കാന്ന് പറ, അല്ലെങ്കിൽ താല്പര്യമില്ലെന്ന് പറ. നമുക്ക് ഇത് എടുക്കേണ്ട ആവശ്യമൊന്നുമല്ല. നമുക്ക് അത്ര ബുദ്ധിമുട്ടിരിക്കുമല്ലോ. അമ്മാര് വേണേ വരട്ടെ. കണ്ണാപ്പി ഞാൻ കേട്ടാ ഇവിടെ ചാറ്റ് അമ്മാരത് ചോദിച്ചു പോലും ഇല്ലടാ. ഒന്നും പ്രശ്നമൊന്നുമില്ല. ആ വഴി പോയി എടാ യോ നിന്നെ കേട്ടില്ല. എന്താ പറഞ്ഞ കേട്ടില്ല. സൗണ്ട് ഇല്ല. അണ്ണുവിന്റെ എതിരെ കുറെ പ്ലാൻ ഇടുന്നു കുറെ ആൾക്കാർ കേട്ടോ. ഞാൻ അറിഞ്ഞ് സമരം നടത്താൻ പോവാന്ന്. സമരം നടത്തി അണ്ണുവിനെ കുരുവിയായിട്ട് സെറ്റ് ആക്കാൻ വരെ പോവാന്നണ്ണ. എന്തോ കേട്ടില്ല. കുരുവിയില്ലേ അന്താരത്തിന്റെ മോൾ അതിനെ അണ്ണുമായിട്ട് സെറ്റ് ആക്കാൻ വേണ്ടി നടക്കുക. അണ്ണൂന് ഞാൻ മരുമോനെ വിളിക്കുന്ന ആലോചിച്ചേക്ക്. അണ്ണു നിന്നെ അച്ഛനെ വിളിക്കുന്ന ആലോചിച്ചോക്കെ. ഹലോ അവര് 5 മിനിറ്റ് റെഡിയാവുമെന്ന് പറഞ്ഞു. ജോക്കി നിന്റെ അമ്മായിച്ചാന്ന് വിളിക്കുന്ന ആലോചിച്ചോക്കെ. ഇല്ലടാ കുരുവിയൊന്നും ഒരിക്കലും സെറ്റ് ആവില്ലടാ ജോക്കിയായിട്ട്. പക്ഷെ എല്ലാ പെണ്ണുങ്ങളോട് പ്ലാൻ ഇടുന്നുണ്ട് ഇങ്ങനെ സെറ്റ് ആക്കാൻ. എടാ മന്ദാരം എന്റെ ഇത് സ്റ്റക്കായി വരുന്നടാ. ഞാൻ എന്ത് ഗെയിം എനിക്ക് കൊണ്ടാണ് ഇത് എന്താ ഇങ്ങനെ? എടാ നോക്ക് 190 FPS നേരെ 55 20 നമുക്ക് പോണടാ. 1650 മതി കേട്ടോ. നീ 6050 കളിക്കുന്നതെന്ന് പറയല്ല എന്നോട്. ആണ് ഞാൻ 1650 കളിക്കുന്നത്. 6050 ഇറങ്ങണ സമയത്ത് എനിക്ക് 18 വയസ്സ് എന്തോ ഉള്ളു. ഇപ്പൊ എനിക്ക് 25 വയസ്സായി. ഞാനിപ്പോഴും അതിലാണ് കളിക്കുന്നത്. എടാ എത്ര രൂപ വേണ്ടേ? എടാ അവിടെ ഷർദിലുണ്ടാ തന്നെ വീഴും. എപ്പോഴും ഞാൻ പറയാറുള്ളത് അത് കണ്ടാ. അണ്ണ കുറച്ച് ഫണ്ട് തന്നെ ഞാൻ മറ്റേ നമ്മുടെ ഇതിലിടാം, ജോയിന്റ് അക്കൗണ്ടിലിടാം. അല്ല എത്ര രൂപ വേണ്ടെന്ന് പറ. ആ 1 കോടി മതിയാവും. ഇപ്പൊ അടിക്കും 1 കോടി മതി. 1 കോടിയോ? ഹലോ വാസുണ്ണ അവർ 5 മിനിറ്റ് റെഡിയാവും പറഞ്ഞേ. പിന്നെ ചന്ദ്രന് ഒരു 100 കോടി കൊടുക്കാനുണ്ട്. ഗ്യാങ് അക്കൗണ്ട് എന്തോ ചന്ദ്രന് 100 കോടി വൈറ്റ് കൊടുക്കാനുണ്ട്. എന്തിന്? അത് അന്ന് കൺസൈൻമെന്റിന് അത് അവനോട് പറഞ്ഞാൽ പമ്പിന്റെ ഷെയർ പ്രോഫിറ്റിൽ എനിക്കൊരു 100 കോടി രൂപ തരാനുണ്ട്. അതുമായിട്ടൊന്ന് മാച്ച് ചെയ്താൽ പറഞ്ഞേക്കാം. 1 കോടിയല്ലേ? 1 കോടി മതിയാണ്. 100,000 10,000 lakh 10 lakh crore. അടക്കെ സ്റ്റാക്ക് ഓഫ് ക്യാഷ് അല്ലേ ഇത്? എടാ ഒരു 1 ലക്ഷം രൂപ കുറവുണ്ട്. കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമില്ല. കിട്ടിയോ? 1 രൂപ കിട്ടിയോ? സെക്കൻഡ് 9 8
999 ഓക്കെ കിട്ടിയില്ലേ മൊത്തം കിട്ടിയില്ലേ കിട്ടിയാണ് കിട്ടി ഓക്കെ എനിക്കിത് വെച്ച് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടാ ഒരു പ്രശ്നമുണ്ട് ചക്കശൊക്കെ പോണ ഇന്ന് എല്ലാ ഗെയിമും പബ്ജിയും വാലോ എല്ലാം ഇങ്ങനെ തന്നെ ആവുക ഇപ്പൊ എനിക്ക് 20,000 കോടി ഫൈൻ വരും എന്നൊക്കെയാ മിസ്റ്റർ എക്സിൽ നിന്ന്. 20,000 കോടി ഈ സെർവറിൽ മൊത്തം 20,000 രൂപ കോടി എല്ലാ ജോക്കി അടേ കേക്കാമോ ഇതാരാ? അണ്ണാ, ഹലോ എല്ലാ ജോക്കി മൈൻഡ് ചെയ്യണം ആശ്വാദം വാങ്ങിട്ട് പോലാം വാങ്ങ ആ അണ്ണത് എവിടെ ജോക്കിനായിട്ട് ആശ്വാദം വാങ്ങല്ല നെക്സ്റ്റ് ആണത്. എനിക്ക് അനാവശ്യം പ്രോമിസ് തരല്ലേ പ്ലീസ് അണ്ണാ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം അണ്ണാ. തിരിച്ച് റീസ്റ്റാർട്ട് ആക്കിയത് ഞാൻ കേറാന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് എന്റെ ഹെഡ്ഫോണിന്റെ വോളിയം കട്ടായി. പീസ് റീസ്റ്റാർട്ട് മുതുക്കിലോട്ട് പോകണ്ട ചിലപ്പോ ഞാൻ കത്തും കേട്ടാ അണ്ണാ 1590 എടാ എന്റെ എന്തോ പറ്റി 1590 ഒക്കെ പോയി 1590 ഒക്കെ അടിച്ചു പോയി എന്തോ ഇതുണ്ട്. അപ്പാപ്പന്റെ അടുത്ത് ചോദിക്കണം. അപ്പാപ്പൻ എന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റുമോ? അങ്ങനെ ആൾക്കാരെ കുടഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയാൻ പറ്റത്തില്ലടാ ശരിയാണ്. ആമോ ഇല്ല അതും ഇല്ലെന്ന് പറഞ്ഞു ഗ്രൈൻഡ് ഉണ്ടാക്കണോ അതൊക്കെ ഓ ഹീലിങ്സ് ഗ്രൈൻഡ് ചെയ്ത് ബക്കല് എവിടെ വെക്കി നീ എവിടെ വെച്ചത് ഉച്ചരിയാണല്ലേ കൊള്ളടാ മോനെ നൈസർ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് മാറണം അവരോട് ചോദിച്ചാൽ നമുക്ക് പോച്ചയ്ക്കകത്താരും നിൽക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നീണ്ടു പോകുന്നത്